കൊണ്ട് തോരൻ ഉണ്ടാക്കുന്നതിന് നോക്കാം. ഇടിയൻ ചക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂക്കാത്ത ചക്കേനെയാണ് ഇടിയൻ ചക്ക എന്ന് പറയുന്നത്. ആ ചക്കയുടെ ആ പുറത്തെ മുള്ളും മാത്രം ചെത്തി മാറ്റിയാൽ മതി. അതിന്റെ ഉള്ളിലെ കുരു ഒന്നും മൂത്തിട്ടുണ്ടാവില്ല. അപ്പൊ കുരു ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഈ ചക്ക നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഈ ചക്ക വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും പിന്നെ ചക്ക വേവാനുള്ള വെള്ളം കൂടിയും ചേർത്തിട്ട് ആദ്യം തന്നെ ചക്ക വേവിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ വേവിച്ചെടുത്ത ചക്ക സാധാരണ ഇടിയൻ ചക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മിക്കല്ലുമ്പോ വെച്ചിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അമ്മിക്കല്ലില്ലെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 600 ഗ്രാം ഇടിയൻ ചക്ക എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഇതേപോലെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ ഒതുക്കി ചേർക്കണം. അതിന് വേണ്ടിയിട്ട് 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 4 വലിയ വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. അത് കാന്താരി മുളക് ഉണ്ടെങ്കിൽ കാന്താരി മുളക് ചേർക്കാം. ആ മുളകിനാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ ആ മുളകില്ലാത്തതുകൊണ്ട് സാധാരണ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജീരകവും വേണം. ഞാനിവിടെ ചെറുജീരകമാണ് എടുത്തേക്കുന്നത്. ഇത് 4ഉം കൂടിയിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം. തേങ്ങ ഒതുക്കിയെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ചേർക്കാണ്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് 2 വലിയ ചുവന്നുള്ളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, 1/2 ടേബിൾ സ്പൂൺ ജീരകം, 1/2 ടേബിൾ സ്പൂൺ കടുക്, പിന്നെ ഉണക്കമുളകും വേണം, കറിവേപ്പിലയും വേണം. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഇടിയൻ ചക്ക തോരനാക്കാന്ന്. ഇനി നമുക്ക് ചക്ക വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് ഇടിയൻ ചക്ക ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ ചക്ക വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഈ ചക്ക വെന്തിട്ട് ഒരുപാട് ഇങ്ങനെ കുഴഞ്ഞു പോകരുത്. അപ്പോൾ ചക്ക വെന്ത് കഴിഞ്ഞിട്ടും ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്ന വെള്ളം ബാക്കി ഉണ്ടെങ്കിൽ പിന്നെ തുറന്ന് വെച്ചിട്ട് ഇത് വറ്റിച്ചെടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഈ ചക്ക നമുക്ക് വേവിക്കാം. തീ ഓണാക്കാം. ഈ ചക്ക വേവുമ്പോഴേക്കും തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ജാറിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാം. ഒരു 4 വലിയ വെളുത്തുള്ളി ചേർക്കാം. 1 മുറി തേങ്ങ ചേർക്കാം. ജീരകം ചേർക്കാം. ഞാനിവിടെ ഇതേപോലത്തെ ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് കറക്കിയെടുക്കുക. ഈ ചക്ക വെന്തിട്ടുണ്ട്. ഈ ചക്ക നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി അത് കുറച്ചുകൂടി വെള്ളമുണ്ട്. നമുക്ക് തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം ഇതിനകത്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്നല്ലെങ്കിൽ അമ്മിക്കല്ലുമ്മ വെച്ചിട്ട് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് വെള്ളം ചേർക്കാണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഇത് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്യുക, അതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ആദ്യം തന്നെ കടുകിട്ട് പൊട്ടിക്കുക. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉഴുന്ന് ചേർക്കുക, ചുവന്നുള്ളി ചേർക്കുക, ഉണക്കമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇപ്പോൾ ചുവന്നുള്ളി മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ഒതുക്കി വെച്ചേക്കുന്ന തേങ്ങ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ചേക്കണം ഇടിയൻ ചക്ക ചേർക്കാം. ഇത് ഏറ്റവും ആദ്യം നന്നായിട്ടൊന്ന് ചൂടാവണം.
അപ്പോഴായിരിക്കും ആ വെളുത്തുള്ളിയുടെ ആ പച്ച ടേസ്റ്റ് ഒന്ന് പോവാം. അപ്പോൾ തേങ്ങ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചേക്കണം ഇടിയൻ ചക്ക ചേർക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ആ ഇടിയൻ ചക്കയിലേക്ക് ഇതിൻ്റെ എരിവൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഇടിയൻ ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇത് കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കുക.